ജന്മം കൊണ്ട് മുസ്ലിങ്ങളാണെങ്കിലും വർഷത്തിലൊരിക്കലെത്തുന്ന റമദാൻ മാസം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത എത്രയോ മുസ്ലിങ്ങൾ രാജസ്ഥാനിലെമ്പാടുമുണ്ട്. അതുപോലെ ചില ആചാരങ്ങൾ പുലർത്തുന്നു എന്നതിലപ്പുറം ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത മുസ്ലിങ്ങളും ധാരാളമുണ്ട്. എന്നാൽ ഇവർക്കെല്ലാം ഇടയിലേക്ക് കഴിഞ്ഞ 10-15 വർഷക്കാലമായി റമദാൻ മാസം വിരുന്നെത്തുകയാണ്. ഇവരിൽ പലരും ജീവിതത്തിൽ ആദ്യമായി തന്നെ കഴിഞ്ഞ 15 വർഷത്തിനിടയിലാണ് നോമ്പ് നോറ്റിരിക്കുന്നത്. അത്തരമൊരു ഗ്രാമത്തിലാണ് ഇത്തവണ നമ്മുടെ റോസായ ഹിന്ദ്. ഇതാണ് ബായ്ല, രാജസ്ഥാനിലെ കാട്ടാത്ത് മുസ്ലിങ്ങളുടെ ഗ്രാമങ്ങളിലൊന്ന്. ഡൽഹിയിലെയും ലക്നൌവിലെയും പരമ്പരാഗത രീതികളെ അപേക്ഷിച്ച് വേറിട്ടു നിൽക്കുന്നതാണ് രാജസ്ഥാൻ മുസ്ലിങ്ങളുടെ ഭാഷയും വേഷവും ആചാരങ്ങളും ഭക്ഷണരീതികളുമൊക്കെ. പാതി മുസ്ലിങ്ങളായും പാതി ഹിന്ദുക്കളായും ജീവിക്കുന്ന കാട്ടാത്തുകൾ ബയാവർ ജില്ലയിലെ ഒരു പ്രത്യേക പ്രവിശ്യയിൽ മാത്രമാണ് താമസിക്കുന്നത്. ഒരേ സമയം തേജാജിയുടെ പൂജ നടത്തുകയും ഒപ്പം നമസ്കരിക്കുകയും ചെയ്യുന്ന ഇക്കൂട്ടരുടെ പേരുകൾ പോലും സമ്മിശ്രമാണ്. അതേസമയം മുസ്ലിം സമ്പ്രദായങ്ങളായ ഖബറടക്കം, ചേലാകർമ്മം, ഹലാൽ ഭക്ഷണം എന്നിവയാണ് ഈ സമൂഹം പൈതൃകമായി കൊണ്ടുനടക്കുന്നത്. സഹോദര സമുദായമായ റാവത്തുകളിൽ നിന്നും വ്യത്യസ്തരാണെന്നും മുസ്ലിങ്ങളാണെന്നും ഇവർ അവകാശപ്പെടാനുള്ള കാരണവും ഈ പൈതൃക ശീലങ്ങളാണ്. उधर से कन्वर्ट होकर के आई ये कौम पूरी, अब उनके अंदर कन्वर्ट होकर के आई तो ज़ाहिर बात है नमाज, रोज़ा, हज, ज़कात, कुरान, हदीस, इससे कोई वाक़फ़ियत नहीं थी उनकी. अब वो जानती नहीं नमाज पढ़ना क्या होता है. नबी करीम सल्लल्लाहु अलैहि वसल्लम का नाम ही नहीं सुना जिस आदमी ने, अब जिसने अपनी ज़िंदगी में कुरान में जी देखा ही नहीं कभी, या ये जानती नहीं कि हज करना भी कोई फ़र्ज़ है, तो ज़ाहिर बात है वो मस्जिद क्यों बनाएगा. മറ്റ് സമൂഹങ്ങളുമായുള്ള ഓട്ടപ്പന്തയത്തിൽ പതിറ്റാണ്ടുകൾ പിന്നിലായിപ്പോയ കാട്ടാത്തുകളിൽ ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു മുഖം മാത്രമാണ് റമദാൻ. ചിരപരിചിതമായ ഒരു അവസ്ഥയുടെ മതപരമായ ആചരണം. നിറയെ മുട്ടക്കുന്നുകളും അവയ്ക്കിടയിലെ ഊഷരഭൂമിയുമാണ് ബയാവറിൻ്റെ പൊതുവെയുള്ള ചിത്രം. കരിങ്കൽ കോറികളാണ് ബയാവർ ഉൾപ്പെടുന്ന മഗ്ര മേഖലയുടെ തന്നെ മുഖ്യ വരുമാന മാർഗം. വേണ്ടത്ര വെള്ളം ലഭ്യമല്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കൃഷി നടക്കുന്നുണ്ട്. ഈ മേഖലയുടെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ ആടുവളർത്തലിനും വലിയ പ്രാധാന്യമുണ്ട്. വ്രതവും മരുഭൂമിയുടെ കാഠിന്യവും ചിട്ടപ്പെടുത്തുന്ന ഇവരുടെ റമദാൻ മാസത്തെക്കുറിച്ച അന്വേഷണം ആർഭാടത്തിൻ്റെ മേളക്കൊഴുപ്പിൽ റമദാൻ ആഘോഷിക്കുന്ന കേരളീയ സമൂഹത്തെ ഒരു വേള അമ്പരപ്പിച്ചേക്കും. മരുഭൂമിയിലെ സമയക്രമം അനുസരിച്ച് 16 മണിക്കൂറോളം നീളുന്ന സുദീർഘമായ ഈ വ്രതാചരണം സമാപിക്കുമ്പോൾ സാധാരണ കാലത്തെ അപേക്ഷിച്ച് വിശേഷപ്പെട്ട ഒരു ഭക്ഷണവും കാട്ടാത്തുകൾ തയ്യാറാക്കുന്നില്ല. നോമ്പു ദിവസങ്ങളിൽ ഇടയ്ക്കെപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന മധുരച്ചോറ് ആണ് റമദാനിലെ ഏക വിശേഷം. പുതിയ കാലത്ത് കയ്യിൽ പണമുള്ളവർ മാർക്കറ്റിൽ പോയി പഴങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷേ ഗ്രാമങ്ങളിൽ അത്തരം ശീലങ്ങളില്ല. അതിഥികൾ വരുമ്പോൾ മാത്രമാണ് മാംസാഹാരം തയ്യാറാക്കുക. അതുപോലും വളരെ ലളിതമായ ഒരു കറി. റൊട്ടിയും ചോറും ദാലും തന്നെയാണ് അടിസ്ഥാന ഭക്ഷണം. അത്താഴത്തിന് തൈരും. सब्जी रोटी चाय, ज़्यादा चाय के साथ मेरे से दही का भी ज़्यादा सूस भी. हाँ, ബായ്ലയിലെ പള്ളിയിൽ ഇഫ്താറിന് വിളമ്പിയ ഈ ബിരിയാണി ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ലളിതവും സ്വാദിഷ്ടവുമായിരുന്നു ഇത്. അടിസ്ഥാനപരമായി മുസ്ലിങ്ങളായിട്ടും കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിൽ മാത്രമാണ് കാട്ടാത്തുകൾ റമദാൻ മാസത്തെ വരവേറ്റു തുടങ്ങിയത്. ഇപ്പോഴും 500-ൽ പരം മുസ്ലിം വീടുകളുള്ള ഗ്രാമങ്ങളിൽ പോലും ഏറിയാൽ 15-20 കുടുംബങ്ങളാണ് നോമ്പനുഷ്ഠിക്കുന്നവർ. आप लोगों को कैसे समझ गया कि रमजान इतना अहम है? परिवार वाले से. കാട്ടാത്തുകൾ താമസിക്കുന്ന മേഖലകളിൽ പകൽ സമയത്ത് ഹോട്ടലുകളും ചായക്കടകളും ശീതളപാനീയ വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളെന്ന് തോന്നിക്കുന്ന കാട്ടാത്തുകൾ പോലും പുറമേയുള്ള ലോകത്ത് ഇക്കാലത്ത് എന്തു നടക്കുന്നുവെന്ന് ബോധമില്ലാത്തവരാണ്. നോമ്പ് നോൽക്കുന്നില്ല എന്ന് മാത്രമല്ല
പരസ്യമായി നോമ്പനുഷ്ഠിക്കുന്നത് ചില ഗ്രാമങ്ങളിലെങ്കിലും മറ്റുള്ളവരുടെ പരിഹാസത്തിനും വഴിയൊരുക്കുന്നു. ഏകദേശം 150ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഈ 150ഓളം കുടുംബങ്ങളിൽ വരുന്ന 1500ഓളം ആളുകളിൽ വെറും 15 മുതൽ 20 വരെ പേർ മാത്രമാണ് നോമ്പനുഷ്ഠിക്കുന്നവർ. ഈ പള്ളി ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ജുമാഅത്ത് പള്ളി കൂടിയാണ്. എങ്കിൽ പോലും ഇവിടെ വൈകുന്നേരം ഇഫ്താറിനെത്തുന്നത് ഒരു ഡസനിൽ താഴെ മാത്രം ആളുകളാണ്. और बहुत लोग तो बुरा भी समझते थे, क्योंकि सबको जानकारी नहीं, इस्लाम की जानकारी नहीं थी, तो वो देखते कि ये क्या करते हैं, ऐसे भी था. അന്നൊക്കെ റേഡിയോയിലൂടെയാണ് മാസം കണ്ട വിവരം അറിയാറ്. റമദാൻ ആരംഭിച്ച വിവരം വിളിച്ചറിയിക്കാൻ മസ്ജിദുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും നമസ്കരിക്കുന്ന കാട്ടാത്തുകൾ പോലും അക്കാലത്ത് ജുമുഅക്ക് വേണ്ടി അജ്മീറിലേക്ക് പോവുകയായിരുന്നു പതിവ്. പക്ഷേ കാട്ടാത്തുകൾക്ക് എക്കാലത്തും ഈദ് നമസ്കരിക്കുന്ന ശീലമുണ്ടായിരുന്നു. അന്നത്തെ ഓർമ്മകൾ അയവിറക്കുകയാണ് പീരു കാട്ടാത്ത്. उस टाइम में रमज़ान होता था, पर ऐसे जो अभी इस टाइम में चल रहा है ऐसा नहीं था. कमज़ोर था, बहुत कम लोग आते थे रमज़ान में. और उधर कोई 2, 3, 4 ऐसे गांव वाइज ऐसे लोग थे, बहुत कम लोग थे. पूरे गांव में 3-4 लोग रोजा रखते थे. जी, नमाज पढ़ने के लिए कभी कभी सिटी में जाते थे. नहीं, जुम्मे के दिन जाते. जुम्मे के दिन हाँ, 5 टाइम की नमाज नहीं होती थी. नहीं होती थी. जी. जुम्मे के दिन सिर्फ नमाज. हाँ, जुम्मे के दिन सिर्फ नमाज और पढ़ते. ईद वो के भी दिन? गाँव से 3 या 4 आदमी बुजुर्ग वो होते हैं पुराने, वो जाते हैं. जी. और वो ईद के दिन ईद के दिन तो करीब करीब सभी लोग, कोई गांव से कोई लोग रुकते थे नहीं तो सब जाते. സൈന്യത്തിൽ പോയ കാലത്താണ് ഭീമാ ഖാൻ ഇസ്ലാം മതം എന്തെന്ന് മനസ്സിലാക്കിയത്. മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടപ്പോഴും റമദാനെക്കുറിച്ച് ഭീമക്ക് ബോധമുണ്ടായിരുന്നില്ല. ഒപ്പമുള്ള സൈനികർ നോമ്പെടുക്കുന്നതിൻ്റെ പ്രാധാന്യം ഇദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. 1985 വ്രതാചരണം ആരംഭിച്ച ഭീമ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് സ്വീകരിച്ച പേരാണ് മുഹമ്മദ് ഉമർ ഫാറൂഖ്. ഗ്രാമത്തിലെ മസ്ജിദ് നിർമ്മിക്കാൻ പെൻഷൻ കിട്ടിയ തുകയിൽ നിന്നും കുറച്ച് പണം നൽകാനും ഇദ്ദേഹം സന്നദ്ധനായി. हमारे बचपन में यह हालत थी कि रमज़ान के महीने में कोई एक का दुख रोज़ा रखते थे, रखते नहीं थे, कोई भी जानते नहीं थे. होली, दिवाली, दीपावली बनाना, होली मनाना, राखी बांधना हैं, और वो गीत गाना, नाचना, कूदना, ये पहले चलते थे. आप भी बचपन में कभी बचपन में हमने भी नहीं रखा. हाँ, अब कब से मैं जब फौज में भर्ती हो गया 82 के अंदर, और फौज में जाने के बाद में वहाँ पे मुस्लिम कंपनी में भर्ती हुआ, और मुसलमान था ही, और मुस्लिम कंपनी में भर्ती हो गया. वहाँ पर रोजे भी रखे और नमाज भी पढ़ी. उधर से सीखा फौज से. बाकी हाँ, हालांकि पहले क्या नाम? हालांकि हमारे बाप दादे नमाज कोई पढ़ते थे गांव में, इक्के दुक्के. पहला नाम मेरा भीमा था. भीमा खान था. ജീവിതത്തിൻ്റെ പകുതിയിലേറെക്കാലം പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ തിരിച്ചറിവിൽ നിന്ന് കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കിടെയാണ് ബയാബറിലെ മിക്കവരും ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസ്ലം കാട്ടാത്ത് നോമ്പെടുക്കാൻ തീരുമാനിച്ചുവെങ്കിലും അതിനുള്ള ദിവസം നീണ്ടുപോവുകയാണ്. തനിക്കതിന് കഴിയില്ല എന്നാണ് അസ്ലമിൻ്റെ ആശങ്ക. इतने मतलब कल से पूरे दिन रखेंगे या कल एक ही दिन रखेंगे? पूरे रखेंगे. क्यों आपका ना इतना डर क्यों हुआ? रखने ही नहीं आती. रखने नहीं आती. प्यास बहुत लगती है. प्यास बहुत लगती है. എന്നാൽ ഉസ്രയുടെ കാര്യം അതല്ല. ഇതുവരെയുള്ള എല്ലാ നോമ്പും ഈ 9ാം ക്ലാസ്സുകാരി എടുത്തു കഴിഞ്ഞു. കാട്ടാത്ത കുടുംബങ്ങളിൽ അപൂർവമാണെങ്കിലും റമദാനിൽ ഉസ്ര വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യുന്നു.
पूरे महीने के? पिछले साल भी रखे? जी। कितने साल से रख रहे? मुझे तो 2 साल हो जाएंगे। 2 साल हो जाएंगे। जी। ഇരുപത് വർഷമായി ഇവർക്കിടയിലെ നിശബ്ദ സാന്നിധ്യമായി ബദായൂൺ സ്വദേശി ഷെരീഫ് ഹുസൈൻ ജീവിക്കുന്നു. ഇദ്ദേഹമാണ് ബായ്ല ഗ്രാമത്തിൻ്റെ ഇമാം. ആദ്യമായി ബയാബറിലെത്തിയ കാലത്ത് നേരിട്ട ദുരനുഭവങ്ങൾ ഷെരീഫ് ഹുസൈൻ ഓർക്കുന്നു. उस टाइम तो माहौल काफ़ी है लो था। हाँ, लोग इतना नहीं समझते थे। हाँ, अपने आप को मुसलमान तो समझते थे, लेकिन क्या कि अमली तौर पे वो थे, जो दूसरे कल्चर पे ज़्यादा जोर था। होली दिवाली मनाते थे, दूसरी चीज़ें करते थे। रोज़ा वगैरह रखते थे लोग? रोज़ा वो भी है बहुत कम, और नमाज वगैरह भी इतना वो नहीं था। പേരുകേട്ട കൊള്ളക്കാരായിരുന്നു ഒരു കാലത്ത് കാട്ടാത്തുകൾ. ഏത് സാഹസിക പ്രവൃത്തിക്ക് ചാടി വീഴാനും ആരുമായും ഏറ്റുമുട്ടാനും ഒരു ഭയവും ഇല്ലാതിരുന്നവർ. അവരുടെ നാട്ടിലൂടെ യാത്ര ചെയ്ത ആരെയും കാട്ടാത്തുകൾ നിർദാക്ഷിണ്യം കൊള്ളയിട്ടു. അതുവഴി സഞ്ചരിക്കാൻ ഭയന്ന ബ്രിട്ടീഷുകാർ എഴുതി തൂക്കിയ ബി അവെയർ എന്ന ബോർഡ് പിൽക്കാലത്ത് ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെയായി രൂപം മാറി. ആദിപിതാക്കളുടെ രണശൗര്യം ഇടക്കാലത്ത് കാട്ടാത്തുകൾക്ക് ഇന്ത്യൻ സൈന്യത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമുള്ളതാക്കി മാറ്റി. കേന്ദ്ര സർക്കാർ പിന്നീട് ഇവരുടെ കോട്ട എടുത്തു കളയുകയായിരുന്നു. സൈന്യത്തിൽ ഉയർന്ന തസ്തികകൾ വഹിച്ചവരും പരമവീരചക്രം നേടിയവർ പോലും ഇന്ന് കാട്ടാത്തുകളിലുണ്ട്. സാംസ്കാരികമായ തനിമകൾ നിലനിർത്തിക്കൊണ്ടുതന്നെ തിരിച്ചറിവിൻ്റെ പാതയിലാണ് ഈ സമൂഹം.